ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് മത്തങ്ങയും ചെറുപയർ എരിശ്ശേരി ഉണ്ടാക്കിയാലോ. എപ്പോഴും നമ്മൾ വൻപയർ ഇട്ടല്ലേ എരിശ്ശേരി ഉണ്ടാക്കാറുള്ളത്. ചെറുപയറിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയേ. അതുപോലെ തന്നെ ഞാൻ ഈ മത്തങ്ങ ഒരാഴ്ചയോളം ആയിട്ടുണ്ട് ഈ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട്. ഇതിൻ്റെ അകത്തെ ഈ അരിയും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ വേറൊരു പാത്രത്തിലോ കവറിലോ ഒന്നും ഇടാതെ വെറുതെ ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിരുന്നാൽ എത്ര ദിവസം വേണേലും കേടുകൂടാതിരിക്കും. മത്തങ്ങയൊക്കെ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെയുള്ള കഷ്ണങ്ങൾ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതുപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറുപയറാണ് എടുത്തേക്കുന്നത്. ചെറുപയർ ഞാൻ വെള്ളത്തിൽ ഇട്ടതാണ്, ഒരു 2 മണിക്കൂറോളം വെള്ളത്തിൽ ഇട്ടിരുന്നു. മത്തങ്ങ ഉടച്ച് കയറി വെക്കാനുള്ള പയറൊക്കെ ഞാനെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം ഇച്ചിരി തോനെ ഒഴിച്ചിട്ടുണ്ട്. മത്തങ്ങ കൂടി ഇടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പും ഇട്ട് ഇനി ഇതിനകത്തൊരു 3 വിസിൽ കേൾപ്പിക്കാം. നമ്മുടെ ചെറുപയറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മത്തങ്ങ ഇട്ട് കൊടുക്കാം. മത്തങ്ങയ്ക്ക് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അരപ്പെടുക്കാനായിട്ട് ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി 3-4 ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാന്താരി മുളക്, എരിക്ക് ആവശ്യമായ കാന്താരി മുളക് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴും നമ്മുടെ തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പോൾ അരച്ചുകൊണ്ട് വരാം. നമ്മുടെ കറിയുടെ തേങ്ങയൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഈ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. പയറും മത്തങ്ങയും എല്ലാം നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. മത്തങ്ങ എരിശ്ശേരിക്കുള്ള അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. അപ്പോഴും നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഈ ചെറുപയറും കൂടെ ഉള്ള എരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തൊഴിക്കാം. വറുക്കാനുള്ള വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമിയത് കൂടി ഇട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങയും ചെറുപയറും കൂടെയുള്ള എരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് വറുത്തൊഴിക്കുമ്പോഴും നല്ലൊരു മണമാണ്, അതിന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.